പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയൊരു പരാതിയാണ്, നമ്മുടെ ഏറ്റവും വലിയ സങ്കടമാണ്, ജീവിതത്തിൽ ഒന്നിനൊരു ബറക്കത്തില്ല. ശമ്പളമുണ്ട്, വരുമാന മാർഗമൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നിനൊന്നും തികയണില്ല. രോഗങ്ങളാണ്, പ്രയാസങ്ങളാണ്, കയ്യിലുള്ളതും കൂടി പോവാണ്, കടം മേടിച്ച് ചെലവാക്കേണ്ട അവസ്ഥയാണ് എന്നുള്ള ഒരുപാട് പരാതികളും പരിമിതികളും ഒരുപാട് പരിഭവങ്ങളും നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാനും അതുപോലെ ഉള്ള കയ്യിലുള്ളത് കൂടി നഷ്ടപ്പെടാനും കാരണമാകുന്ന ഒരു 11 കാരണങ്ങൾ മുത്തനബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ 11 കാരണങ്ങളും ഇതെല്ലാം പരിഹരിക്കാൻ ഒരു പരിഹാര മാർഗമായി മുത്തനബിതങ്ങൾ പറഞ്ഞ 3 കാര്യങ്ങളുമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ സന്തോഷവും നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, എല്ലാവർക്കും റാഹത്തല്ലേ, സുഖല്ലേ? അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരെ നമ്മൾ. കടം കൊണ്ടാകാം, രോഗങ്ങളെ കൊണ്ടാകാം, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത പ്രതിബന്ധങ്ങളുടെ മഴവെള്ള പാച്ചിലൂടെയാണ് നമ്മൾ പലരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തേ നമ്മുടെ പ്രശ്നം? ജോലിയുണ്ടോ? ജോലിയുണ്ട്. ശമ്പളമുണ്ടോ? ശമ്പളമുണ്ട്. പക്ഷേ ഒന്നിനും അങ്ങോട്ട് തികയണില്ല. വീട്ടിലൊരു ബറക്കത്തില്ല, കച്ചവട സ്ഥാപനത്തിൽ ബറക്കത്തില്ല. അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് സംശയങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നമുക്കുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 11 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നിങ്ങൾക്ക് അള്ളാഹു ദാരിദ്ര്യം തരും. ഉള്ളത് തികയൂല, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, കയ്യിലുള്ളത് കൂടി നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു 11 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്, അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, മഹാനായ ശർവാനി ഇമാം തന്റെ ഹാഷിയിൽ പറയുന്ന ഒരു 11 കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ഒരു 11 കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകണം. ഒന്നാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തെ നിസ്സാരമാക്കുന്നവരാണ്. നിസ്കാരം നിസ്സാരമാക്കുക എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാത്തവരെന്നല്ല, അവരെ കുറിച്ച് ഇസ്ലാമിൽ ചർച്ചയേ ഇല്ല. നിസ്കാരത്തെ നിസ്സാരമാക്കൽ ദാരിദ്ര്യം ഉണ്ടാക്കും, ജോലിയിൽ ബറക്കത്തുണ്ടാകൂല, രോഗങ്ങൾ ഉണ്ടാക്കും, അള്ളാന്റെ നോട്ടം ഉണ്ടാവൂല, പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. എന്റെ കാരണം നിസ്കാരം നിസ്സാരമാക്കുക. നിസ്കാരം നിസ്സാരമാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാം. ലുഹറിന്റെ ബാങ്ക് വിളിക്കുമ്പോ എന്റെ ഉമ്മമാര്, സഹോദരിമാര് അടുക്കളയിലാണ്. ചിന്തിക്കും, കറി അടുപ്പത്താണ്, അരി വടിക്കാനുണ്ട്, തുണീന് കഴുകാനുണ്ട്, തുണിയൊക്കെ കഴുകി കുളിച്ചിട്ട് നിസ്കരിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അടുക്കള ജോലിയെല്ലാം ഒതുക്കി തൂത്ത് പറക്കി എല്ലാം റെഡിയാക്കി കുളിക്കാൻ വേണ്ടി ഇറങ്ങി, കുറച്ച് തുണി കഴുകി വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടു, തുണി കഴുകി കുളിച്ച് കയറി നിസ്കരിക്കുമ്പോൾ 2, 2:30, 3 മണി. ഒന്ന് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്ക് അസ്ർ ബാങ്ക് വിളിച്ചു. പിന്നെയാകട്ടെ എന്ന് പറഞ്ഞ് നമസ്കാരത്തെ നിസ്സാരമാക്കുന്നവർ വീട്ടിൽ ബറക്കത്തുണ്ടാവൂല, ദാരിദ്ര്യം വിളിച്ചു വരുത്തും, ഉള്ളതുകൂടി നശിപ്പിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തെ നിസ്സാരമാക്കുക. ഇനി രണ്ടാമത് പറയാം, നീ നിസ്കരിക്കും, നിസ്കാരമൊക്കെ ശരിയാണ്, പക്ഷേ നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് പോവുക. അത് പുരുഷന്മാർ പള്ളിയിൽ നിന്നാകട്ടെ, ഉമ്മമാര്, സഹോദരിമാര് മുസല്ലയിൽ നിന്നാകട്ടെ, നിസ്കാരം കഴിഞ്ഞ ഉടനെ നിസ്കാരപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് പോകൽ ദാരിദ്ര്യമുണ്ടാക്കും. അതുപോലെ കയ്യിലുള്ളത് നഷ്ടപ്പെടും, ജീവിതത്തിൽ ബറക്കത്തുണ്ടാകൂല. നമുക്ക് അള്ളാഹിനോട് ചോദിക്കാനുണ്ടല്ലോ, നമ്മൾ അള്ളാഹിനോടല്ലാതെ ആരോടാണ് ചോദിക്കാനുള്ളത്? നമ്മുടെ സങ്കടങ്ങളും നൊമ്പരങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആവലാദികളും വേവലാദികളും ദുരിതങ്ങളും കടങ്ങളും എല്ലാം രാജാതിരാജനായ പടച്ച തമ്പുരാനോടല്ലാതെ ആരോടാണ് നമ്മൾ ചോദിക്കുക? അവിടെ ഇരുന്ന് നിസ്കാര ശേഷം ചൊല്ലാനുള്ള ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ ചൊല്ലി അള്ളാഹിനോട് ദുആ എന്നിട്ട് നിങ്ങൾ എഴുന്നേക്കിൻ, ഇതിൽ ബറക്കത്തുണ്ട്. നിസ്കാരം കഴിഞ്ഞ് ഉടനെ പോവാണ്. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു തആല എഴുന്നേറ്റ് ഓടിയപ്പോൾ നബിതങ്ങൾ ചോദിച്ചില്ലേ, നിനക്ക് റബ്ബിനോടൊന്നും ചോദിക്കാനില്ലെന്ന് ചോദിച്ചത് എന്തേ? അള്ളാഹിനോടാണ് ചോദിക്കാനുള്ളത്. ആ പടച്ചവനോട് പറയാനുള്ള സമയം നിസ്കാര ശേഷമുള്ള ദുആ അല്ലാഹ് സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് നമ്മൾ നിസ്സാരമാക്കി പാഴാക്കി കളഞ്ഞാൽ ദാരിദ്ര്യമുണ്ടാകും, ബറക്കത്തുണ്ടാകൂല, രോഗങ്ങൾ വിളിച്ചു വരും, അള്ളാന്റെ കരുണയുണ്ടാകൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്, അള്ളാന്റെ റസൂലിന്റെ ഹദീസ് എടുത്ത് വെച്ചുകൊണ്ട് മഹാരഥന്മാർ പറയുന്നു, ഇബാദത്തുകളില്ലാത്ത വീട്ടിൽ നിസ്കാരം ഇല്ല. ഒരു പേജ് പോലും
ഖുർആൻ ഓതൂല, ആ വീട്ടിൽ പിന്നെ എങ്ങനെയാണ് ബറക്കത്ത് ഉണ്ടാവുക? ആ വീട്ടിൽ പിന്നെ എങ്ങനെയാണ് നേട്ടങ്ങൾ ഉണ്ടാവുക? ആ വീട്ടിൽ പിന്നെ എങ്ങനെയാണ് അള്ളാന്റെ സന്തോഷം ഉണ്ടാവുക? അള്ളാഹുവിന്റെ ദിക്ർ പറയാത്ത, അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കാത്ത, അള്ളാഹുവിന്റെ മുത്തുനബി തങ്ങളുടെ സ്വലാത്തില്ലാത്ത വീടുകളിൽ ബറക്കത്തില്ല, ദാരിദ്ര്യമാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസം വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു യാസീൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടെ ഓത്, മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് യാസീൻ ഓത്, വാഖിഅ ഓത്, ഒക്കെ ഓത്, വലിയ പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ നാലാമത് അള്ളാന്റെ റസൂലിന്റെ ഹദീസ് നമുക്ക് കാണാം. രാത്രിയിൽ ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും കുളിക്കാതെ ഭക്ഷണം കഴിക്കാം. രാവിലെ സുബഹിയില്ല, പിന്നെ ഉച്ചയ്ക്ക് എന്തായാലും കുളിക്കുമല്ലോ, ഒരുമിച്ച് കുളിച്ചാൽ മതി എന്ന് ചിന്തിച്ച് ജനാബത്തോടു കൂടി ഭക്ഷണം കഴിക്കൽ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാക്കും, ഉള്ള സമ്പത്ത് നഷ്ടപ്പെടും, അത് പോകുന്ന വഴി അറിയൂല, കടങ്ങൾ പെരുകും, അള്ളാന്റെ കോപമുണ്ടാകും, മലക്കുകൾ നിന്നെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനാബത്തായ ഉടനെ കുളിക്കണം, അതാണ് സുന്നത്ത്, അതാണ് വേണ്ടത്. മരണപ്പെട്ടു പോയാലോ? അതുകൊണ്ട് അതിന് കഴിയില്ലെങ്കിൽ ഒന്നുവെങ്കിലും എടുത്തിട്ട് കിടക്കണമെന്നാണ്. രാവിലെ സുബഹിക്കും എഴുന്നേറ്റ് കുളിച്ച് സുബഹിസ്കരിക്കും. അല്ലാതെ ആ ജനാബത്തോടുകൂടി തന്നെ ഭക്ഷണം കഴിക്കുക, എപ്പോഴെങ്കിലും കുളിക്കുക, അത് ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന കാര്യമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തത് അമിതമായ ഉറക്കം. രോഗം കൊണ്ടല്ല, എപ്പോഴും ഉറക്കാണ്. ഈ അമിതമായ ഉറക്കം ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ആറാമത് മുത്തുനബി തങ്ങൾ പറഞ്ഞു, വീട്ടിൽ വേസ്റ്റുകൾ കൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ കഴിക്കുന്ന സ്നാക്സ് ആകട്ടെ, മിഠായികളാകട്ടെ, അതൊക്കെ റൂമിൽ ഒരു പറ്റത്ത് അങ്ങനെ അതിന്റെ കവറുകൾ, മറ്റുള്ള കവറുകൾ, അങ്ങനെ റൂമിലാകട്ടെ, ഹാളിലാകട്ടെ, കിച്ചണിലാകട്ടെ വേസ്റ്റുകൾ അവിടെ ഇവിടെയായി ഇടുക. അല്ല നമ്മൾ വീട്ടിൽ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാകും, എല്ലാം കൂടി അതിൽ കൊണ്ടിടുന്നു, രാവിലെ ഇടുന്ന എല്ലാം കൊണ്ട് വൈകുന്നേരം കൊണ്ട് കളയുന്നു, അത് പ്രശ്നമില്ല. അല്ലാതെ വീടുകളിലെല്ലാം ചപ്പ് ചവറുകൾ വാരി വലിച്ചിടുക, അതുപോലെ ഉമ്മമാരെന്തെയും ഇങ്ങനെ തൂക്കും, റൂമെല്ലാം തൂത്തിട്ട് മൂലയെ കൊണ്ടുവെക്കും, അത് അവിടെ ഇരിക്കും. പിന്നെ എപ്പോഴെങ്കിലൊക്കെ എടുത്ത് കളയാം, അത് പറ്റില്ല. വൃത്തിയായി എപ്പോഴും സൂക്ഷിക്കുക. ആ വൃത്തി നമ്മുടെ ഈമാനിന്റെ ഭാഗമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വീട്ടിലെ വേസ്റ്റുകൾ അവിടെ എവിടെയായി കൂട്ടിവെക്കുക, ഇത് ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന കാര്യമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഏഴാമത് നബി തങ്ങൾ പറഞ്ഞു, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തറയിൽ വീണ ഭക്ഷണത്തെ നിസ്സാരമാക്കുക. നമ്മൾ ആലോചിക്കുക, ഒരു തലമുറ ഉണ്ടായിരുന്നു, നമ്മുടെയൊക്കെ ഉമ്മമാർക്കറിയാം, ഉപ്പമാർക്കറിയാം, സഹോദരിമാർക്കറിയാം, നമ്മുടെയൊക്കെ കുട്ടി കാലഘട്ടത്തിൽ നമ്മൾ ഭക്ഷണത്തിന് ദാരിദ്ര്യം അനുഭവിച്ചൊരു കാലമാണ്. ഇപ്പൊ നമ്മുടെ മക്കളൊന്നും അറിയാനല്ലോ, അൽഹംദുലില്ലാ. ആ ഭക്ഷണം തറയിൽ വീണ ഉമ്മമാർ മക്കളെ അത് എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞ് കഴിപ്പിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് മക്കളിൽ നിന്ന് നമ്മുടെ ഡൈനിങ് ടേബിൾ എന്നൊക്കെ പറഞ്ഞാൽ അത്യാധുനികമായ സംവിധാനങ്ങളാണ്, നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന സ്ഥലമായിരിക്കും. ആ ടേബിളിലേക്ക് ഒരു ഭക്ഷണം വീണു, മക്കൾ അത് എടുത്താൽ ചോദിച്ചാൽ വേറെ തരില്ലേ, നീ അത് എടുക്കാണ്, അതാണ് എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞു മക്കളെ നമ്മൾ വിലക്കാറുണ്ട്. ഇത് നബി തങ്ങളുടെ സുന്നത്തിനെതിരാണ്. ആ ഭക്ഷണത്തെ നിസ്സാരമാക്കൽ, മക്കളത് പഠിപ്പിക്കണം. മക്കളെ, ഈ ഭക്ഷണം ഇങ്ങനെ വരാൻ ഒരുപാട് ത്യാഗമുണ്ട്, പാഴാക്കി കളയല്ല. ഫലസ്തീനിലെ മക്കൾ ഭക്ഷണത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ്. നമുക്ക് അല്ലാഹു എത്ര അനുഗ്രഹം തന്നിരിക്കണേ. അതുകൊണ്ട് ഇത് കഴിക്കുക എന്ന് പറഞ്ഞ് മക്കളെ ശീലിപ്പിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടാകണം. വീട്ടിൽ ബറക്കത്തുണ്ടാകും. ആ ഭക്ഷണത്തെ നിസ്സാരമാക്കിയാൽ ബറക്കത്തുണ്ടാകൂല. അതുപോലെ എട്ടാമത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇടത്തെ കൈകൊണ്ട് കഴിക്കുക. ഇടത്തെ കൈകൊണ്ട് കുടിക്കുക, ദാരിദ്ര്യം ഉണ്ടാകും. കയ്യിലുള്ളത് കൂടി നഷ്ടപ്പെടും. ഇന്നിപ്പോ നമ്മൾ വലിയ ന്യൂ ജനറേഷൻ ആണ്, അല്ലെങ്കിൽ മോഡേൺ അല്ലേ, നമ്മൾ ആധുനിക കാലഘട്ടത്തിലാണ്. നമ്മള് കാലങ്ങളൊക്കെ മാറി, കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറേണ്ട ഉസ്താദേ. ആ മാറിക്കോളി, ദീനിന്റെ നിയമങ്ങൾക്ക് മാറ്റമില്ല. കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക, അതൊക്കെ മാറി. ഇന്ന് ഈർക്കില് കമ്പ് വെച്ച് കുത്തി തിന്നുക, കത്തി വെച്ച് അറുക്കുക, അറുത്തിട്ട് ഇങ്ങനെ അത് തന്നെ എടുത്ത് കഴിക്കുക, രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ കോരിയെടുത്ത് കഴിക്കുക. ഇതൊക്കെ ദീനില്ലാത്ത കാര്യല്ലേ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കൊണ്ട് കഴിക്കുക, അതിലല്ലേ ബറക്കത്ത്. ഇടത്തെ കൈ കൊണ്ട് കഴിക്കുക, കുടിക്കുക, ബറക്കത്തില്ല. രോഗങ്ങൾ ഉണ്ടാക്കും, ബുദ്ധിമുട്ടാണ്, കടങ്ങൾ ഉണ്ടാക്കും, ദാരിദ്ര്യം വിളിച്ചു വരുത്തുമെന്നാണ്. അതുപോലെ ഒമ്പതാമത് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ രക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തില്ല എങ്കിൽ അല്ലാഹു സ്വീകരിക്കൂല.
വീട്ടിൽ ദാരിദ്ര്യമാണ്, പ്രശ്നമാണ്. ദാരിദ്ര്യം വിളിച്ചു വരുത്തും. അള്ളാഹു നിങ്ങളോട് ദേഷ്യപ്പെടും. നിങ്ങളുടെ ദുആക്ക് ഉത്തരയില്ല. നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവേ റബ്ബനാ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ഇതറിയില്ല, എൻ്റെ മാതാപിതാക്കൾക്ക് നീ സ്വർഗ്ഗം കൊടുക്കണം. മാതാപിതാക്കളില്ലാത്ത പ്രാർത്ഥന അള്ളാഹ്ന് വേണ്ട, അള്ളാഹ്ന് വേണ്ട, അത് അള്ളാഹ് സ്വീകരിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10ാമത് നബി തങ്ങൾ പറഞ്ഞു. അങ്ങാടിയിൽ വെറുതെ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ രാവിലെ ഇറങ്ങും, ജോലിക്ക് പോകുന്നില്ല, ഒരു ജോലിയില്ല, വെറുതെ എന്ത് ജംഗ്ഷനിലോ അങ്ങാടിയിലോ ഒരു പോസ്റ്റ് ഉണ്ടാകും, ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാകും, അവിടെ പോയി ചുമ്മാ ഇരിക്കാം. അങ്ങനെ ഇരിക്കുന്നത് ദാരിദ്ര്യം ഉണ്ടാക്കും. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഷോപ്പിങ്ങിന് പോവാണ്, ഷോപ്പിങ്ങിന് പോയി അവിടെ ഇരിക്കാൻ, വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കണം, ഒരാവശ്യമില്ല, പാടില്ല. ദാരിദ്ര്യം ഉണ്ടാക്കും, അള്ളാന്റെ കോപമുണ്ടാകും, ദാരിദ്ര്യം വിളിച്ചു വരുത്തും, ഉള്ളത് കൂടി നഷ്ടപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ 11ാമത് നബി തങ്ങൾ പറഞ്ഞു, ചെലവാക്കുമ്പോൾ അങ്ങേയറ്റം ചെലവാക്കും. പിശുക്ക് കാണിക്കുകയാണെങ്കിൽ അങ്ങേയറ്റം പിശുക്ക് കാണിക്കും. ഇത് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യമാണ്. എല്ലാത്തിലും ഒരു മധ്യസ്ഥ നിലപാടുണ്ടാകണം. ചെലവഴിക്കും ഒരു പരിധി വരെ, പിശുക്കും ഒരു പരിധി വരെ. ഇത് കൂടുതലായാൽ പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഈ 11 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഈ 11 കാര്യങ്ങൾ ദാരിദ്ര്യം വിളിച്ചു വരുത്തുകയും കയ്യിലുള്ളതിനെ കൂടി നശിപ്പിക്കുമെന്നാണ്. എന്നാൽ ഇതിന് പരിഹാരം ഉത്തരവിധങ്ങൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, എല്ലാ ദിവസവും വീട്ടിലെ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുക. നമ്മൾ ഓതുന്നവരാണ്. ഇദാ വഖഅത്തുൽ വാഖിഅ എന്ന് പറയുന്ന സൂറത്തുൽ വാഖിഅ നമ്മൾ പാരായണം ചെയ്താൽ ദാരിദ്ര്യം ഉണ്ടാവൂല. 2ാമത് നബി തങ്ങൾ പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന മന്ത്രം, എന്ന ദിക്ർ നിങ്ങൾ മുറുകെ പിടിച്ചു. രാവിലെ ഒരു 100 വട്ടം ചൊല്ലി, വൈകുന്നേരം 100 വട്ടം ചൊല്ലി. അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കൂല, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കൂല, ഉറപ്പാണ്. തഴവസ്ഥ പറഞ്ഞ എന്താണ്? ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും അതിനുള്ളതാ. തഴവസ്ഥ പറഞ്ഞാണ്, ദാരിദ്ര്യം നീ ഭയക്കണമെങ്കിൽ ലാ ഹൗല എന്ന ലേഹ്യം കുടിച്ചോ, ബലം ഉറപ്പാണ്. ലാ ഹൗല സമ്പന്നതയിലേക്ക് എത്തിക്കുമെന്നാണ്. 3ാമത് നബി തങ്ങൾ പറഞ്ഞു, സ്വലാത്ത് അധികരിപ്പിക്കുക, ദാരിദ്ര്യം വരൂല. ഈ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കുകയും ഈ 11 കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു നോക്കിയാൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ദാരിദ്ര്യങ്ങളെ തൊട്ട്, കടങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉള്ളത് കൂടി പോയ കടങ്ങൾ നമ്മൾ വാങ്ങിക്കൂലേ, ആ കടങ്ങളെ തൊട്ടുള്ള കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. രാവിലെ ഇതുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ, വൈകുന്നേരം ഇൻഷാ അല്ലാഹ് അല്പസമയം അള്ളാഹിന് വേണ്ടി ദിക്ർ ദുആ മജ്ലിസ് ഉണ്ടാകും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ തന്നെ സംരംഭമായ, നമ്മുടെ തന്നെ ഒരു കൂട്ടായ്മയാണ് ബദറിൻ തീരം എന്ന കൂട്ടായ്മ. അതിലൂടെ രാത്രി 9 മണിക്ക് മഹാന്മാരുടെ ചരിത്രം ഇമ്പമാർന്ന ഈ മാപ്പിളപ്പാട്ടിലൂടെ പാടി പറഞ്ഞ് തിബ്ബുസ്സലാത്ത് ചൊല്ലി, അസ്മാഉൽ ഹുസ്ന ചൊല്ലി, ഹദ്ദാദ് ചൊല്ലി അവസാനിപ്പിക്കുന്ന ഒരു അത്യത്ഭുതമായ ആയിരങ്ങൾ സംഗമിക്കുന്ന മജ്ലിസാണ്. അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ബദറിൻ തീരം എന്ന ചാനലിലാണ് അത് നടക്കുക. നിങ്ങളെ ഇൻഷാ അല്ലാഹ് ക്ഷണിക്കുന്നു. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.